ഇന്നിപ്പോൾ മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. സുപ്രധാനമായ ചില തീരുമാനങ്ങൾ മന്ത്രിസഭാ യോഗത്തിൽ കൈക്കൊണ്ടേക്കാം എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിൽ പ്രത്യേകിച്ച് ഒന്ന്, KSRTC ബസ്സിൽ സ്ത്രീകളുടെ സൗജന്യ യാത്ര, അത് അതിനുള്ള മാനദണ്ഡങ്ങൾ മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകും. UDFന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ പ്രധാനമായിരുന്നു സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. ഓർഡിനറി ബസ്സുകളിൽ മാത്രമായി സൗജന്യ യാത്ര പരിമിതപ്പെടുത്താനാണ് സർക്കാരിന്റെ നീക്കമെന്നാണ് സൂചന. ഈ മാസം 15 മുതൽ സൗജന്യ യാത്ര അനുവദിക്കാൻ ആദ്യ മന്ത്രിസഭാ യോഗമാണ് തീരുമാനമെടുത്തത്. സാരംഗ് തുടരുന്നുണ്ട്. സാരംഗ്, ഈ ആദ്യത്തെ 100 ദിവസം ഓർഡിനറി ബസ്സുകളിൽ യാത്ര, അതിനുശേഷം മറ്റ് ബസ്സുകളിലേക്ക് വ്യാപിപ്പിക്കുക. പക്ഷെ അതിന് 58 കോടി രൂപയൊക്കെ മാസം സർക്കാർ കണ്ടെത്തേണ്ടി വരും. വലിയ ബാധ്യതയാണ്. പൂർണ്ണമായും സർക്കാർ ആ പണം KSRTCക്ക് നൽകുമെങ്കിൽ പോലും അതിനും ചില മാനദണ്ഡങ്ങൾ ഉണ്ടാകും. അങ്ങനെ ആയിരിക്കുമോ? രഞ്ജിത്ത്, തീർച്ചയായും. കാരണം KSRTCയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നഷ്ടത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമായതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കൊരു സൗജന്യ ടിക്കറ്റ് എന്നൊരു സംവിധാനം തുടക്കത്തിൽ തന്നെ എല്ലാ സർവീസുകളിലും ആരംഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കനത്ത സാമ്പത്തിക സമ്മർദ്ദം KSRTCക്ക് മേൽ വരുമെന്ന കാര്യം തീർച്ചയാണ്. അത് മന്ത്രിസഭയ്ക്കകത്തും ചർച്ചയായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി കണക്കുകൾ നിരത്തിക്കൊണ്ടാണ് ഇപ്പോൾ KSRTCയും ഗതാഗത വകുപ്പും മുന്നോട്ട് വന്നിരിക്കുന്നത്. അതായത് ഓർഡിനറി ബസ്സുകളിൽ ഈ ഒരു സൗജന്യ യാത്ര 100 ദിവസം നൽകുക, അതിനുശേഷം അതിൻ്റെ ഒരു സാമ്പത്തിക പശ്ചാത്തലവും ഒപ്പം സാമ്പത്തികമായി ബന്ധപ്പെടുന്ന അതിൻ്റെ കൂടുതൽ സമ്മർദ്ദമടക്കം വിശകലനം ചെയ്ത ശേഷമായിരിക്കും മറ്റ് സർവീസുകളിലേക്ക് സൗജന്യ യാത്ര നൽകുക. മാത്രമല്ല UDFന്റെ പ്രചരണ കാലത്ത്, അതായത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും സുപ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമായിരുന്നു സൗജന്യ യാത്ര നൽകുമെന്ന്. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ ഇത് നൽകാനുള്ളൊരു നീക്കം ആരംഭിച്ചിരുന്നു. എന്തിനായാലും അത് ആദ്യം പറഞ്ഞ ദിവസം കഴിഞ്ഞു. ഇപ്പോൾ ജൂൺ ഈ ഒരു മാസത്തിലേക്ക് 15-ാം തീയതി തൊട്ട് തന്നെ ആരംഭിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയുന്ന വിവരം. അതിന് മുന്നോടിയായിട്ടുള്ള ഒരു ചർച്ച, അല്ലെങ്കിൽ അവസാന ഘട്ടത്തിലൊരു പ്രഖ്യാപനം അതിന് മുൻപ് തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ അവസാനഘട്ട ചർച്ചകൾ ഇന്ന് ക്യാബിനറ്റിൽ ഉണ്ടാവുകയും ചെയ്യും. എന്തിനാലും വലിയൊരു സാമ്പത്തിക ഒരു ബുദ്ധിമുട്ട് KSRTC കടന്നു പോകുന്നുണ്ട്. മാത്രമല്ല മലബാർ മേഖലകളിൽ ഈ ഓർഡിനറി ബസ്സുകളുടെ ഗണ്യമായിട്ടുള്ള എണ്ണക്കുറവുണ്ട്. അത് ഈ ഒരു സൗജന്യ യാത്രയുടെ ഗുണഫലം ആ ഭാഗത്തേക്ക് അനുഭവപ്പെടാനുള്ള സാധ്യത കുറവാണ്. കാരണം വളരെ കുറഞ്ഞ ബസ്സുകൾ മാത്രമാണ് മലബാർ മേഖലകളിൽ ഓർഡിനറി ബസ്സുകളായി ഓടുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളിൽ വാടകയ്ക്കെടുത്ത ബസ്സുകൾ ഇറക്കാനുള്ള ഒരു നീക്കം ഈ ഒരു KSRTCയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. മാത്രമല്ല കൂടുതൽ വരുമാനം ഉണ്ടാക്കാനുള്ള, അതായത് ഈ ഒരു ടിക്കറ്റിംഗ്, അതായത് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകുമ്പോൾ അതിന് സമാന്തരമായി മറ്റ് രീതികളിൽ വരുമാനം വർദ്ധിപ്പിക്കാനുള്ളൊരു നീക്കവുമുണ്ട്. KSRTCക്ക് മേൽ ഈ ഒരു സാമ്പത്തിക സമ്മർദ്ദം വരില്ല, അല്ലെങ്കിൽ KSRTC ഈ ഒരു സൗജന്യമായി ടിക്കറ്റ് നൽകുന്നതിന് സർക്കാർ ആ പണം നൽകുമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അതിലെന്തെങ്കിലും ഒരു മാസത്തിലോ അല്ലെങ്കിൽ 1-2 മാസത്തിൽ ഈ ഒരു കുടിശ്ശിക വരികയോ മറ്റോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ KSRTCയുടെ പരിപൂർണ്ണ സംവിധാനങ്ങളും താറുമാറാകും. കാരണം ഇപ്പോൾ തന്നെ പെൻഷനും ശമ്പളവും അടക്കം സർക്കാർ സഹായത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഓരോ ദിവസവും ലാഭത്തിലേക്ക് എത്തിക്കാനുള്ള വലിയ രീതിയിലുള്ള കഷ്ടപ്പാട് ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഈ സംവിധാനത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുമുണ്ട്. അതുതന്നെ വലിയ രീതിയിലുള്ള, അതായത് പുതിയ ബസ്സുകൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇറക്കിയിരുന്നു. ഇനി കൂടുതൽ ബസ്സുകളുടെ ആവശ്യവും നിലനിൽക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 5000 ബസ്സുകൾ മാത്രമാണ് നിലവിൽ കേരളത്തിലുടനീളം സർവീസ് ചെയ്യുന്നത്. അതിൽ എല്ലാ ബസ്സുകളിലേക്കും ഈ ഒരു സൗജന്യ യാത്ര വരികയാണെങ്കിൽ, അതായത് 100 ദിവസത്തിന് ശേഷം വരികയാണെന്നുണ്ടെങ്കിൽ അത് ഏത് രീതിയിൽ സാമ്പത്തികമായി അതിനെ മറികടക്കാൻ കഴിയുമെന്നടക്കമുള്ള കാര്യങ്ങളിൽ ഇന്നത്തെ ക്യാബിനറ്റിൽ തീരുമാനമുണ്ടാകും. KSRTC ബസ് ആ സംവിധാനം, പൊതുമേഖലാ സ്ഥാപനം ഒരു പ്രതിസന്ധിയിലാണ്. അതിനിടയിലാണ് UDFന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായ സൗജന്യ യാത്ര സ്ത്രീകൾക്ക് നൽകുന്നത്. അതെങ്ങനെ ആ സ്ഥാപനത്തിന്റെ മുന്നോട്ടുള്ള യാത്രയെ ബാധിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.